നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്ക് കേരളത്തിൽ 14 സീറ്റ്. ഇങ്ങനെ ഒരു വേറിട്ട പ്രവചനം. ഈ പ്രവചനം കേട്ടിട്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇപ്പോൾ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നാണ് അവരും ആശ്ചര്യപ്പെടുന്നത്. ഇനി അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന് ഒന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ബി.ജെ.പിക്കാരുമുണ്ട്. എന്തായാലും പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെ എക്സിറ്റ് പോൾ ഫലം വല്ലാതെ ബി.ജെ.പി പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ഇപ്പോൾ ഒരു ട്രോളിനും വഴിവെച്ചിരിക്കുകയാണ്. ഇടത് വലത് കൂട്ടർ ഈ ഒരു എക്സിറ്റ് പോൾ ഫലം എടുത്തിട്ട് ട്രോളുകയാണ്. കേരളത്തിൽ സംപൂജ്യരായി നിൽക്കുന്ന നിനക്കൊക്കെ ഇനി 14 സീറ്റ്, മേലോട്ട് നോക്കിയിരുന്നാൽ മതി എന്നാണ് ആക്ഷേപം വരുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവിടെ നിശബ്ദമായി ബി.ജെ.പി അവരുടെ വോട്ട് നില ഉയർത്തുന്നുണ്ട്. ഇടതും വലതും അത് കാണാതെ പോകുന്നതാണോ അതോ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ബി.ജെ.പി അവരുടെ വോട്ട് നില നിശബ്ദമായി ഉയർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പല എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരു 3 സീറ്റ് വരെ ബി.ജെ.പിക്ക് പ്രവചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 സീറ്റ് കിട്ടിയാൽ തന്നെ അത് ഈ ഇടതിൻ്റെയും വലതിൻ്റെയും പിടിപ്പ് കേടുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്തായാലും ബി.ജെ.പി ഇപ്പോൾ ഒരു ആവേശത്തിലൊക്കെയാണ്. 3 സീറ്റും കടന്നിപ്പോൾ 14 സീറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ഉൾപ്പുളകമുണ്ടല്ലോ. ഉടനെ ഒന്നും ഇത് സംഭവിക്കാൻ പോകുന്നില്ല എങ്കിലും, ഇതൊട്ട് സംഭവിക്കില്ല എങ്കിലും അവരതിനെ ഒരു ആത്മവിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. കാരണം മുന്നോട്ടുള്ള അവരുടെ പ്രവർത്തനം ഞങ്ങളത് അങ്ങ് മികച്ചതാക്കിക്കൊള്ളാം, ഞങ്ങൾ ഈ ഒരു പ്രവചനം, ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു പ്രവചനത്തെ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി കളയും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ സൈബർ ഗ്രൂപ്പുകൾ അണിനിരന്നിരിക്കുന്നത്. എന്തായാലും സൈബർ ഇടത്തിൽ വമ്പൻ ട്രോളും ചൂടൻ ചർച്ചകളും പൊട്ടിത്തെറിയുമൊക്കെയാണ് നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റുന്ന വൻ അട്ടിമറി പ്രവചിച്ച് പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെ എക്സിറ്റ് പോൾ ഫലം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ സഖ്യം 10 മുതൽ 14 സീറ്റുകൾ വരെ നേടി നിർണായക ശക്തിയായി മാറും എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടിറങ്ങിയ എൽ.ഡി.എഫിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് യു.ഡി.എഫ് അധികാരം പിടിച്ചെടുക്കുമെന്നും ഈ സർവേ അവകാശപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് യു.ഡി.എഫ് 66 മുതൽ 76 സീറ്റുകൾ വരെ നേടി നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്തുമെന്നാണ് പ്രവചനം. അതേസമയം ഭരണകക്ഷിയായ എൽ.ഡി.എഫ് 58 മുതൽ 68 സീറ്റുകളിലേക്ക് ചുരുങ്ങും. എന്നാൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നത് ബി.ജെ.പിയുടെ കുതിപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രകടമായ ബി.ജെ.പി അനുകൂല തരംഗം നിയമസഭയിലും ആവർത്തിക്കുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തലസ്ഥാനത്ത് ബി.ജെ.പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ. ബി.ജെ.പിയുടെ ശക്തമായ കോട്ടകളായി അറിയപ്പെടുന്ന വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ എന്നീ മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രവചിക്കുന്നുണ്ട്. ഈ 4 സീറ്റുകളിലും ഇത്തവണ താമര വിരിയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതത്രേ. എന്നാൽ വോട്ട് വിഹിതത്തിലുണ്ടായ വലിയ വർധന ബി.ജെ.പിക്ക് തുണയാകും. തിരുവനന്തപുരം സെൻട്രലിലും കാട്ടാക്കടയിലും യു.ഡി.എഫ് എൽ.ഡി.എഫ് വോട്ടുകളിലുണ്ടായ വിള്ളൽ ബി.ജെ.പിക്ക് അനുകൂലമായതായിട്ടാണ് സർവേ വിലയിരുത്തുന്നത്. ഇത് സത്യമായാൽ തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുക മാത്രമല്ല നിർണായക ശക്തിയായി മാറുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സൈബർ ഗ്രൂപ്പുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു സർവേ ഫലം ഏറ്റെടുത്തുകൊണ്ട്. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലും ബി.ജെ.പി വിജയം ഉറപ്പിക്കുന്നുണ്ട്. എൻ.ഡി.എ 37.12% വോട്ട് നേടി ഇവിടെ ഒന്നാമതെത്തുമെന്നാണ് ഈ എക്സിറ്റ് പോൾ പറയുന്നത്. എൽ.ഡി.എഫ് 33.24%, യു.ഡി.എഫ് 20.29% വോട്ടിലേക്ക് ഒതുങ്ങും. കോഴിക്കോട് സൗത്തിലും ബി.ജെ.പി വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇവിടെ യു.ഡി.എഫ് ജയിക്കുമെങ്കിലും എൻ.ഡി.എ 31.67% വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തും എന്നാണ് പ്രവചനം. എൽ.ഡി.എഫ് ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടേക്കാം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും കാസർഗോഡും ബി.ജെ.പി ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. മഞ്ചേശ്വരത്ത് യു.ഡി.എഫ് വിജയിക്കുമെങ്കിലും 35.16% വോട്ട് നേടി എൻ.ഡി.എ തൊട്ടു പിന്നാലെയുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ യു.ഡി.എഫും ബി.ജെ.പിയും തമ്മിൽ നേരിയ വോട്ട് വ്യത്യാസം മാത്രമാണുള്ളത്. ഇതേത് നിമിഷവും അട്ടിമറിക്കപ്പെടാവുന്ന ഒന്നാണെന്നും ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നുണ്ട്.
മധ്യ കേരളത്തിലും BJP വോട്ട് വിഹിതത്തിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ NDA 26.35% വോട്ട് നേടുമെന്നാണ് പ്രവചനം. ഹരിപ്പാട് UDF ജയിക്കുമെങ്കിലും NDA 23.94% വോട്ട് വിഹിതം സ്വന്തമാക്കും. പാലക്കാട് മണ്ഡലത്തിൽ UDFും NDAയും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. UDF 35.22% നേടുമ്പോൾ NDA 34.76% വോട്ട് നേടും. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ഷൊർണൂർ എന്നിവിടങ്ങളിലും BJP 27% വോട്ട് വിഹിതം രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഇടത് വലത് മുന്നണികളുടെ ഉറച്ച സീറ്റുകളിൽ വലിയ വിള്ളലുണ്ടാക്കും. പല മണ്ഡലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ ജയപരാജയങ്ങളെ ബാധിക്കും എന്നതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നത്. ഭരണവിരുദ്ധ വികാരം പല സിറ്റിംഗ് സീറ്റുകളിലും LDFന് വിനയാകുമെന്ന് ഈ സർവേ പറയുന്നുണ്ട്. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ വിജയിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാകും. അതേസമയം അമ്പലപ്പുഴ, ആറന്മുള തുടങ്ങിയ മണ്ഡലങ്ങളിൽ LDFന് നഷ്ടപ്പെടുമെന്നും UDF തിരിച്ചുപിടിക്കും എന്നാണ് പ്രവചനം. കോതമംഗലത്തും പേരാമ്പ്രയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പേരാമ്പ്രയിൽ UDF 42.25%, LDF 42.12% വോട്ട് നേടുമെന്നാണ് പ്രവചനം. കേവലം 0.13% വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത്തരം മണ്ഡലങ്ങളിലെ ഫലം സംസ്ഥാന ഭരണത്തെ തന്നെ സ്വാധീനിച്ചേക്കാം. ബേപ്പൂർ പോലുള്ള ഇടതു കോട്ടകളിൽ LDF 49.82% വോട്ട് നേടി ആധിപത്യം തുടരുമെങ്കിലും അവിടെയും NDA 16.43% വോട്ട് വിഹിതം പിടിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ LDFനാണ് വിജയം പ്രവചിക്കുന്നത്. ഇവിടെ UDF രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ NDA 16.09% വോട്ട് നേടും. കേരളത്തിൽ ഭരണം പിടിക്കാനിറങ്ങിയ UDFന് സർവേ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും BJPയുടെ വൻ മുന്നേറ്റം അവർക്കും ഭീഷണിയാണ്. BJP 14 സീറ്റുകൾ വരെ നേടിയാൽ നിയമസഭയിൽ കിങ് മേക്കറാകാൻ അവർക്ക് സാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ത്രികോണ മത്സരം നടന്ന ഒട്ടുമിക്ക ഇടങ്ങളിലും BJP കരുത്ത് കാട്ടിയിട്ടുണ്ട്. പീപ്പിൾസ് ഇൻസൈറ്റ് എന്ന ഏജൻസി മാത്രമാണ് BJPക്ക് ഇത്രയും വലിയൊരു വിജയ സാധ്യത കൽപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റു പ്രധാന എക്സിറ്റ് പോളുകളെല്ലാം BJPക്ക് പരമാവധി 3 മുതൽ 4 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. എന്നാൽ താഴെ തട്ടിലെ വോട്ടിംഗ് രീതിയിൽ വന്ന മാറ്റം മറ്റ് സർവേകൾക്ക് കണ്ടെത്താനായില്ല എന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റ് അവകാശപ്പെടുന്നത്. LDF സർക്കാരിനെതിരെയുള്ള ജനവികാരം UDFനെ തുണയ്ക്കുമ്പോഴും ഹിന്ദു വോട്ടുകളിലും ഒരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളിലും BJPക്ക് വിള്ളലുണ്ടാക്കിയതായാണ് NDAയുടെ സീറ്റ് വർധനയ്ക്ക് കാരണമായി സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ട് ശതമാനത്തിൽ BJP 20%-ന് മുകളിൽ എത്തുമെന്നും പ്രവചനമുണ്ട്. എന്തായാലും ഇത് വല്ലാത്തൊരു പ്രവചനമായി പോയി. ഒരു തൂക്ക് സഭ വരും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. അതായത് BJP തീരുമാനിക്കും എന്നുള്ള തരത്തിലാണ് ഈ പീപ്പിൾസ് ഇൻസൈറ്റിന്റെ ഒരു എക്സിറ്റ് പോള് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇത്രത്തോളം ഒന്നും വലിയ നേട്ടം കേരളത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ നിശബ്ദമായാണ് പ്രവർത്തനം ശക്തമാക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു BJP ശക്തി കേന്ദ്രമായി മാറിയത്. ഇവിടെ BJPയെ പാടെ തഴഞ്ഞ് മാറ്റിയിട്ടിരിക്കുകയാണ്. അതായത് കേരളത്തിൽ സംപൂജ്യരാണ് BJP എന്ന് ഇടതും വലതും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പലയിടത്തും BJP CPMനെയും UDFനെയും വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ച. അതായത് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫാക്റ്റാണ് ഇക്കുറിയും സംഭവിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇത്തവണയും ഇടതും വലതും കുറച്ച് വെള്ളം കുടിക്കും BJPയുടെ കാര്യത്തിൽ. കാരണം CPMന് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ CPM പച്ചയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു BJP വോട്ട് നേടുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിന് തടയിടാൻ ഈ രണ്ട് പാർട്ടികൾക്കും കഴിയുന്നില്ല. അതിശക്തമായി BJP മൗനമായി പ്രവർത്തനം ശക്തമാക്കി കയറി വരുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ ഇടതും വലതും തന്നെയാണ്. അവർക്കിവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്, അതുകൂടി ഞങ്ങൾ അങ്ങ് പൂട്ടുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കുറി BJP ഏതെങ്കിലും ഒരു സീറ്റ് നേടിക്കഴിഞ്ഞാൽ അത് ഒരു ഡീലിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ആരുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കിയത് എന്നുള്ളതും ആ ഒരു ചിത്രവും പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.